അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1442, സൂറത്തുൽ ഹിജ്ർ 78 മുതൽ 84 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن كان أصحاب الأيكة لظالمين فانتقمنا منهم وإنهما لبإمام مبين ولقد كذب أصحاب الحجر المرسلين وآتيناهم آياتنا فكانوا عنها معرضين وكانوا ينحتون من الجبال بيوتا آمنين فأخذتهم الصيحة مصبحين فما أغنى عنهم ما كانوا يكسبون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإن كان أصحاب الأيكة لظالمين. മരക്കൂട്ടത്തിന്റെ ആളുകൾ അവരക്രമികൾ തന്നെയായിരുന്നു. ഫന്തഖംന മിൻഹും, അങ്ങനെ അവരിൽ നിന്ന് നാം ശിക്ഷാ നടപടി സ്വീകരിച്ചു. വഇന്നഹുമാ ലബി ഇമാമിൻ മുബീൻ. ആ മരക്കൂട്ടത്തിന്റെ ആളുകളും നേരത്തെ പറഞ്ഞ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയും വ്യക്തമായ പൊതുവഴിയിൽ ആയിരുന്നു. വലഖദ് കസ്സബ അസ്ഹാബുൽ ഹിജ്രി. ഹിജ്റിന്റെ ആളുകൾ അവർ നിഷേധിച്ചു അൽ മുർസലീന, പ്രവാചകന്മാരെ നിഷേധിച്ചു. വആതൈനാഹും ആയാതിന, അവർക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ നൽകി. ഫകാനു അൻഹാ മുഅരിളീൻ, ആ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അവർ പിന്തിരിയുന്നവരായി. വകാനു യൻഹിതൂന മിനൽ ജിബാലി, പർവ്വതങ്ങളിൽ നിന്ന് അവർ വെട്ടിയുണ്ടാക്കുമായിരുന്നു. ബുയൂത്തൻ, വീടുകളെ. ആമിനീൻ, നിർഭയരായി താമസിക്കുന്നവരായ നിലക്ക്. ഫഅഖദത്തുഹുമു സൈഹത്തു മുസ്ബിഹീൻ, അങ്ങനെ പ്രഭാതത്തിൽ ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി. ഫമാ അഗ്നാ അൻഹും, അപ്പോൾ അവർക്ക് യാതൊരു ഗുണവും ചെയ്തില്ല. മാക്കാനു യക്സിബൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഗതികൾ. വഇൻ കാന അസ്ഹാബുൽ ഐക്കത്തി ലവാലിമീൻ. മരക്കൂട്ടത്തിന്റെ ആളുകൾ, അതായത് മരങ്ങൾ, സസ്യങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് താമസിക്കുന്നവരായിരുന്നു ഈ ഐക്കത്തുകാർ, അഥവാ മഹാനരായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത. മദിയൻ എന്ന് പറയുന്ന പ്രദേശവും അതേപോലെ തന്നെ ഐക്കത്തും ഒന്നാണെന്നും അതല്ല രണ്ടു സ്ഥലമാണെന്നും ആ രണ്ടു സ്ഥലത്തും ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത താമസിച്ചിരുന്നുവെന്നും അഭിപ്രായമുണ്ട്. അല്ല, മദിയൻ എന്ന് പറയുന്നതും ഐക്കത്ത് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് എന്ന അഭിപ്രായവുമുണ്ട്. ഏതായാലും ശരി, ആ മരക്കൂട്ടങ്ങളിൽ താമസിച്ചിരുന്ന ആളുകൾ, മരക്കൂട്ടങ്ങൾ വെച്ചാൽ നല്ല സമൃദ്ധമായി മരങ്ങളും അതേപോലെ തന്നെ സസ്യലതാദികളും ഒക്കെ വിളഞ്ഞു നിൽക്കുന്ന സജീവതയുള്ള ഒരു നാട്, ആ നാട്ടിലായിരുന്നു ഈ മദിയൻകാർ അഥവാ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത താമസിച്ചിരുന്നത്. എന്നിട്ട് ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ ജനത അക്രമികളായി തീർന്നു. അക്രമികളായി തീർന്നു എന്ന് പറഞ്ഞാൽ ആ ജനത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ധിക്കരിച്ചു. ശുഐബ് നബി അലൈഹി ഇസ്ലാം എന്ന പ്രവാചകന്റെ ഉത്ബോധനം നിരാകരിച്ചു എന്നർത്ഥം. ഖുർആനിൽ പലയിടത്തും ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ടല്ലോ. നേരത്തെ നമ്മൾ സൂറത്ത് ഹൂദ്, ആ സൂറത്ത് ഹൂദിന്റെ 84 മുതലുള്ള സൂക്തങ്ങളിൽ നേരത്തെ നമ്മൾ വിശദീകരിച്ച് പോയിട്ടുണ്ട് ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. അവിടെ നമുക്ക് കാണാം ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ അവരുടെ നാട്ട് മദിയൻകാരിലേക്ക് അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചു. അങ്ങനെ ശുഐബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനല്ലാത്ത മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കില്ല. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കില്ല. വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ, അളത്തത്തിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തുകയും അരുത്. ഇന്നി അറാക്കും ബി ഖൈരിൻ, തീർച്ചയായിട്ടും നിങ്ങൾ നന്മയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹു തആല ആവശ്യമായ സമൃദ്ധിയൊക്കെ തന്നിട്ടുണ്ട്. അതേസമയത്ത് എന്നിട്ടും ഈ ആക്രാന്തം കൊണ്ട് നിങ്ങൾ
അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തി ഉപഭോക്താക്കളെ വഞ്ചിക്കുകയാണെങ്കിൽ വഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്ത്, നിങ്ങളെ മൊത്തം വലയം ചെയ്യുന്ന ഒരു ദിവസത്തെ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നുണ്ട്. ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിന് നിങ്ങൾ വിധേയരാകും. അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിക്കണം, ജാഗ്രതയോടുകൂടെ നിങ്ങൾ ജീവിക്കണം. അതുകൊണ്ട് വയാ ഖൗമി ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്തി, നിങ്ങൾ നീതിയോടുകൂടെ അർത്ഥത്തിലും തൂക്കത്തിലും പൂർത്തിയാക്കണം. ഇങ്ങോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ സമീപനം, അതേപോലെ അങ്ങോട്ട് കൊടുക്കുമ്പോഴും നിങ്ങൾ സ്വീകരിക്കണം. അളന്നും തൂക്കിയും ഇങ്ങോട്ട് വല്ല സാധനങ്ങളും എടുക്കുകയാണെങ്കിൽ അതിൽ ആവശ്യത്തിലധികം എടുക്കുകയും അങ്ങോട്ട് കൊടുക്കുമ്പോൾ പരമാവധി കുറച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദുരാചാരം ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയിൽ നടമാടിയിരുന്നു. അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തി ഉപഭോക്താക്കളെ ചീറ്റിയുന്ന ശൈലി. അപ്പൊ ആ ശൈലി എന്ന സാമൂഹ്യ ദുരാചാരത്തിനെതിരെയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ശിർക്ക് ചെയ്യരുത് എന്ന വിശ്വാസപരമായ ഒരു കൽപ്പനയോടൊപ്പം തന്നെ സമൂഹത്തിൽ നടക്കുന്ന ഒരു സാമൂഹിക ദുരന്തത്തെക്കുറിച്ച് കൂടി താക്കീത് നൽകുകയും അത്തരം തിന്മകളിൽ നിന്ന് അവരെ സമുദ്ധരിച്ച് നന്മയുടേതായിട്ടുള്ള റൂട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നതുകൂടി ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി നിയോഗിച്ചതിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ജനങ്ങൾക്ക് നിങ്ങൾ അർത്ഥത്തിലും തൂക്കത്തിലും പൂർത്തിയാക്കി കൊടുക്കണം. ആൾക്കുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ കുറക്കരുത്. അത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന പണിയാണ്. ആ പണിയായിട്ട് നിങ്ങൾ നടക്കരുത്. ബഖിയ്യത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന ലാഭം അതാണ് നിങ്ങൾക്ക് ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് ആക്രാന്തം കാണിച്ച് വെട്ടിപ്പിടിക്കുന്നത് കൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതേസമയത്ത് മാന്യമായി സമ്പാദിക്കുന്നത് വളരെ കുറച്ചാണെങ്കിലും തുലവും തുച്ഛമാണെങ്കിലും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ബറക്കത്ത് നൽകുകയും നിങ്ങളുടേതായിട്ടുള്ള സമൃദ്ധിയുടെ സാഹചര്യങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കി തരികയും ചെയ്യും. അതേസമയത്ത് നിങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയിൽ അരുതായ്മയുടെ ആൾരൂപങ്ങളായി മാറുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയാകാൻ അത് മതിയാകും എന്ന് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹി ഇസ്ലാം അവരെ ഉത്ബോധിപ്പിച്ചു. എന്നാൽ നാട്ടുകാരുടെ മുന്നിൽ ഇത്രയും ഹൃദയസ്പർക്കായി ശുഐബ് നബി അലൈഹി ഇസ്ലാം നൽകിയ ഉത്ബോധനത്തോട് പോസിറ്റീവായി പ്രതികരിക്കുന്നതിന് പകരം വളരെ നെഗറ്റീവ് റെസ്പോണ്ടുമായി കടന്നു വന്ന ജനത പറഞ്ഞു, ഖാലു യാ ശുഐബു അസ്സലവാതുക തഅമുറുക അൻ നത്രുക മാ യഅബുദു ആബാഉനാ ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ. അല്ലയോ ശുഐബേ, നിങ്ങളിങ്ങനെ ഈ നിസ്കരിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഇബാദത്ത് കൊണ്ട് ഞങ്ങളുടെ വാപ്പമാരെ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ ആരാധിക്കരുത്, ഒഴിവാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതേപോലെ ഞങ്ങളുടെ സമ്പത്ത് അത് ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഞങ്ങൾ കൈകാര്യം ചെയ്യും, അതിലൊന്നും ഇടപെടാനും അഭിപ്രായം പറയാനൊന്നും നിങ്ങൾക്ക് അവകാശമല്ല എന്ന ധിക്കാരം. അങ്ങനെയാണല്ലോ ശരി പറയുമ്പോ അതൊന്നും പറയാൻ നിങ്ങളാളായിട്ടില്ല എന്നൊരു പ്രതികരണം നമ്മൾ നടത്തുന്നത് വാസ്തവത്തിൽ അതൊരു മര്യാദകേടാണ്. ഒരാൾ നമ്മളോട് സതുപദേശത്തോടുകൂടി ഒരു കാര്യം പറയുമ്പോ എന്റെ കാര്യം ഞാൻ നോക്കാം, നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന് പറയുന്ന കാര്യം ശരിയാണെങ്കിൽ ആ കാര്യത്തോട് അவ்விധത്തിലുള്ള പ്രതികരണം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത, ഐക്കത്തുകാർ, മദിയൻകാർ ശുഐബ് നബി അലൈഹി ഇസ്ലാമിനോട് പ്രതികരിച്ചത് അവ്വിധമായിരുന്നു. ആ വിധത്തിലുള്ള പ്രതികരണം അത് കേമത്തമാണ് എന്ന് ബുദ്ധിശൂന്യന്മാരായിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ വിലയിരുത്തും. എന്നാൽ ചിന്താശേഷിയുള്ള മനുഷ്യന്മാർ ഒരിക്കലും തന്നെ അതിന് അങ്ങേയറ്റം വില കുറഞ്ഞ ഒരു പ്രതികരണമായി മാത്രമേ കാണുകയുള്ളൂ. ഇപ്പൊ ശുഐബ് നബി അലൈഹി ഇസ്ലാം അവരോട് ഹൃദയസ്പർക്കായി അവരുടെ സാമൂഹികമായ പുരോഗതിക്കും അതോടൊപ്പം തന്നെ നാട്ടിന്റെ സ്വസ്ഥമായ മുന്നോട്ടു പോക്കിനും ജനങ്ങൾക്കിടയിൽ ആരും വഞ്ചിക്കപ്പെടാത്ത, ആരും ചതിക്കപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടായിത്തീരുന്നതിനും ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ശരിയായ വിശ്വാസ രീതി സമൂഹത്തിൽ സന്നിവേശിപ്പിക്കുന്നതിനും വേണ്ടി ശുഐബ് നബി അലൈഹി ഇസ്ലാം പണിയെടുക്കുകയും പ്രവർത്തിക്കുകയും അതിന്റെ പ്രചാരണം നടത്തുകയും ചെയ്തപ്പോ ആളുകളുടെ പ്രതികരണമാണ്, ഞങ്ങളെ മുതൽ ഞങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൈകാര്യം ചെയ്യും, അതിലൊന്നും ചോദ്യം ചെയ്യാൻ നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അതേപോലെ ഞങ്ങൾക്ക് തോന്നിയ ദൈവങ്ങളെ ഞങ്ങളെ പിതാക്കന്മാരിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയ ദൈവങ്ങളുണ്ട്, ആ ദൈവങ്ങളെ ഒഴിവാക്കണമെന്ന് പറയാൻ നിങ്ങളാരാണാവോ എന്ന് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹി ഇസ്ലാമിനോട് നിരുത്തരവാദപരമായ അഹങ്കാരത്തോടെ അവർ പ്രതികരിച്ചു. ആ പ്രതികരണം നടത്തിയപ്പോൾ വീണ്ടും ശുഐബ് നബി അലൈഹി ഇസ്ലാം അവരോട് പറയാണ്, എന്താ പറയണത്, യാ ഖൗമി അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിൻ റബ്ബി വറസഖനി മിൻഹു റിസ്ഖൻ ഹസന
ഞാനീ പറയുന്നതൊക്കെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാവുകയും അള്ളാഹു എനിക്ക് നല്ല വിഭവങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ടും നിങ്ങൾ എന്നെ ധിക്കരിക്കുകയാണെങ്കിൽ ആ ധിക്കാരത്തിന് നിങ്ങൾക്ക് കടുത്ത ശിക്ഷ വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? എന്തായാലും ശരി, നിങ്ങൾ പറയുന്നത് അനുസരിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ പക്ഷത്ത് കൃത്യമായിട്ടുള്ള രേഖയുണ്ട്, തെളിവുണ്ട്, ന്യായമുണ്ട്. ശരിയായ ന്യായവും ശരിയായ തെളിവും പറയുന്നത് ഞാനാണ്. അതുകൊണ്ട് ആ തെളിവിനെ നിരാകരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഈ അഹങ്കാരത്തിന്റെ ഈ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് മതിയാവില്ല. നിങ്ങളുടെ കൂടെ കൂടി നിങ്ങളുടെ കയ്യടി നേടാൻ ഞാനൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. എന്നെക്കൊണ്ട് പറ്റും വിധം അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നന്മയുണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുകയാണ് എന്റെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടിയാണ് ഞാൻ നിർവഹിക്കുന്നത്. അതിന് ഞാൻ പടച്ചവന്റെ സഹായം പ്രതീക്ഷിക്കുകയും അവനിൽ വരമേൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു. ഒന്നാമത്തെ നിലപാട്. രണ്ടാമതായിട്ട് ശുഐബ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞതാണ്, വയാ ഖൗമി ലാ യജ്രിമന്നകും ശിഖാഖി അൻ യുസീബകും മിസ്ലു മാ അസാബ ഖൗമ നൂഹിൻ ഔ ഖൗമ ഹൂദിൻ ഔ ഖൗമ സാലിഹ് വമാ ഖൗമ ലൂത്തിൻ മിൻകും ബിബഈദ്. ഓ ജനങ്ങളെ, എന്നോടുള്ള നിങ്ങളുടെ ഈ എതിർപ്പ്, എന്നോടുള്ള നിങ്ങളുടെ ഈ വിരോധം, ഞാൻ നിങ്ങളോട് സതുപദേശം നൽകുമ്പോൾ എന്നോടുള്ള നിങ്ങളുടെ ഈ നെഗറ്റീവ് റെസ്പോണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പണ്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത അനുഭവിച്ചതുപോലത്തെ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരാൻ, ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത ആദ് സമൂഹം അനുഭവിച്ചതുപോലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരാൻ, സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത ഹിജറുകാർ അനുഭവിച്ചതുപോലുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ട ഗതികേട് വരാൻ, അതിനൊക്കെ വഴിയൊരുക്കുകയുള്ളൂ. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത നിങ്ങളിൽ നിന്ന് ദൂരമൊന്നുമില്ലല്ലോ, അടുത്ത് തന്നെയല്ലേ. അവരനുഭവിച്ച ശിക്ഷകളെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ലേ? എന്നിട്ടും എന്തേ നിങ്ങളിങ്ങനെ വൃത്തികേടിന്റെ പര്യായങ്ങളായി മാറുന്നു? അതുകൊണ്ട് നിങ്ങൾ ഈ അരുതായ്മകൾ ഉപേക്ഷിച്ച് ഈ അഹങ്കാരത്തിന്റെ ശൈലി മാറ്റിവെച്ച് വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും അവരിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് കാരുണ്യവും അതേപോലെ അവരോട് വലിയ ഇഷ്ടവും കാണിക്കുന്നവൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ധിക്കാരത്തിന്റെ ശൈലി മാറ്റിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ നാട്ടുകാരുടെ മറുപടി അങ്ങേയറ്റം വിചിത്രമായിരുന്നു. അവർ പറഞ്ഞ മറുപടി എന്താ? ഖാലൂ യാ ശുഐബു മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂൽ. നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ശുഐബ് നബി അലൈഹി ഇസ്ലാം എത്ര വ്യക്തമായിട്ടും ക്ലാരിറ്റിയോടുകൂടെയുമാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള കൃത്യമായ തെളിവുകളുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അവനെ മാത്രം ആരാധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തന്നെ കൊത്തിയുണ്ടാക്കിയ വസ്തുക്കളെ, ശില്പങ്ങളെ, അതൊക്കെ ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിച്ചതുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല. അതോടൊപ്പം തന്നെ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തിയ ആളുകൾക്ക് നേരെ വഞ്ചന കാണിക്കുന്നത് മാന്യന്മാരുടെ ശൈലിയല്ല. ഈ സംഗതികൾ നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ ഇതേപോലെ നിരാകരണ സ്വഭാവം സ്വീകരിച്ച മുൻകാല സമുദായങ്ങളിൽ പല ശിക്ഷകളും നടന്നിട്ടുണ്ട്. ആ നടന്ന ശിക്ഷകൾ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടെ പറഞ്ഞ ശുഐബ് നബി അലൈഹി ഇസ്ലാമിനോട് പക്ഷേ സത്യത്തിന് നേരെ കൊഞ്ഞനം കുത്തുന്ന ആ ജനങ്ങൾ പറഞ്ഞെന്താ? മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂൽ. നിങ്ങൾ പറയുന്ന മിക്ക കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല ശുഐബ് എന്നാണ്. എന്നുമാത്രമല്ല, നിങ്ങളൊരു ദുർബലനാണ്. നിങ്ങളെ അനുസരിക്കാത്തതിന്റെ പേരിൽ ഞങ്ങളൊരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളൊരു ദുർബലനായ മനുഷ്യനാണ്. അതേസമയത്ത് നിങ്ങളുടെ കുടുംബം കേമന്മാരായിരുന്നു എന്നൊരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ശരിക്കും കൈകാര്യം ചെയ്തേനെ എന്ന് ശുഐബ് നബി അലൈഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞു. ശുഐബ് നബി അലൈഹി ഇസ്ലാം അവരോട് വീണ്ടും ഹൃദയസ്പർശമായ രൂപത്തിൽ പറഞ്ഞു, യാ ഖൗമി അറസ്തി അഅ്സു അലൈക്കും മിനല്ലാഹ്. അള്ളാഹുവെക്കാളും നിങ്ങൾക്ക് എന്റെ കുടുംബമാണോ വലുത്? എന്റെ കുടുംബമാണോ നിങ്ങളുടെ അടുത്ത് വിലയുള്ള സാധനം? എന്റെ കുടുംബത്തെക്കാളൊക്കെ എത്രയോ ശക്തനാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ അവഗണിച്ചിട്ട് നിങ്ങൾ എന്റെ കുടുംബത്തെ പരിഗണിക്കുന്നു എന്ന് പറയുന്നത് എന്തുമാത്രം ധിക്കാര സ്വഭാവമാണ് എന്ന് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു. അവസാനം ഇനി പറയുന്നതൊന്നും അനുസരിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, യാ ഖൗമി അഅ്മലൂ അലാ മകാനതികും ഇന്നി ആമിൽ സൗഫ തഅലമൂന മൻ യഅതീഹി അദാബുൻ യുഖ്സീഹി വമൻ ഹുവ കാദിബ് വർതഖിബൂ ഇന്നി മഅകും റഖീബ്. ശുഐബ് നബി അലൈഹി ഇസ്ലാം അവരോട് അവസാനം പറഞ്ഞതാ,
നിങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കൂ. മനസ്സില്ലെങ്കിൽ നന്മ സ്വീകരിക്കാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കൂ. ഞാൻ എന്റേതായിട്ടുള്ള ശരിയായ റൂട്ടിലൂടെ മുന്നോട്ട് പോവുകയാണ്. ആർക്കാണ് ശിക്ഷ വരാനുള്ളതെന്നും ആരാണ് നാടൻ കാണാൻ പോകുന്നതെന്നും നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. ഞാനത് കാത്തിരിക്കുന്നു, നിങ്ങളും കാത്തിരിക്കൂ എന്ന് ശുഐബ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു. അങ്ങനെ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കൽപ്പന അനുസരിച്ച് ആ നാട്ടുകാർക്ക് ശിക്ഷ വരിക. ആ ശിക്ഷ വരുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഫലമ്മാ ജാഅ അംറുനാ നജ്ജൈനാ ശുഐബൻ വല്ലദീന ആമനൂ മഅഹു ബിറഹ്മത്തിൻ മിന്നാ. നമ്മുടെ ആ ശിക്ഷയുടെ കൽപ്പന വന്നപ്പോൾ ശുഐബ് നബിയെയും വിശ്വാസികളെയും നമ്മൾ രക്ഷപ്പെടുത്തി. വഅഖദത്തില്ലദീന വലമു സ്വൈഹ, അക്രമികളായ ആളുകൾ ഒരു അട്ടഹാസം, ഒരു ഘോര ശബ്ദം പിടികൂടി. ഫസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ, അവർ തങ്ങളുടെ വീടുകളിൽ കമഴ്ന്നടിച്ചു തകർന്നടിഞ്ഞു കിടന്നു. കല്ലം യഗനൗ ഫീഹ, അവർ നേരത്തെ അവിടെ താമസിക്കാത്ത പോലെ, എന്ന് പറഞ്ഞാൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന അവസ്ഥയിൽ അതിദയനീയമായി ആ ജനങ്ങൾ തകർന്നടിഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയാൻ. അതാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. വൈൻകാന അസ്ഹാബുൽ ഐക്കത്തി, ഈ മരക്കൂട്ടത്തിൽ താമസിക്കുന്ന ആളുകൾ അവരായിരുന്നു ലാലിമീൻ, അക്രമികൾ തന്നെയായിരുന്നു. ഫന്തഖംനാ മിൻഹും, അങ്ങനെ അവരിൽ നമ്മൾ ശിക്ഷാ നടപടി സ്വീകരിച്ചു. വഇന്നഹുമാ ലബി ഇമാമിൻ മുബീൻ, ഇവരും ഈ രണ്ടു കൂട്ടരും അഥവാ നേരത്തെ പറഞ്ഞ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ആൾക്കാരും ഇവരും ഒരു വ്യക്തമായ പൊതുവഴിയിലാണ്. എന്ന് പറഞ്ഞാൽ അവർ രണ്ടു കൂട്ടരും താമസിച്ചിരുന്നത് ജനസഞ്ചാരം സജീവമായി നടക്കുന്ന പ്രദേശങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിന്റെ അർത്ഥം എന്താ? അവരുടേതായിട്ടുള്ള ദുരനുഭവങ്ങൾ ഇപ്പോഴും ജനങ്ങൾക്ക് കാണാനും അയവിറക്കാനും ഒക്കെയുള്ള അവസരം അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വഴിക്ക് സഞ്ചരിക്കുന്നവർ ഈ നാടൊക്കെ ഇങ്ങനത്തെ ചില ചരിത്രങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അതിന്റെ ഗുണപാഠം ഉൾക്കൊണ്ട് നന്നാവണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി പറയണത് വലഖദ് കദ്ദബ അസ്ഹാബുൽ ഹിജ്രി, ഹിജ്ർ നാട്ടുകാർ അവർ നിഷേധിച്ചു അൽ മുർസലീന, പ്രവാചകന്മാരെ. ഹിജ്ർ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ നാടാണ്. സമൂദ് ഗോത്രക്കാർ താമസിച്ചിരുന്ന ഇടം. ആ സമൂദ് ഗോത്രക്കാർ താമസിച്ചിരുന്ന ഇടമാണ് ഹിജ്ർ എന്ന് പറയുന്നത്. ആ ഹിജ്ർ എന്ന് പറയുന്ന പ്രദേശം അവിടെയുള്ള ആളുകൾക്ക് അവരെന്ത് ചെയ്തു? പ്രവാചകന്മാരെ നിഷേധിച്ചു എന്നാണ് ഇവിടെ അള്ളാഹു പറയണത്. വലഖദ് കദ്ദബ അസ്ഹാബുൽ ഹിജ്രി, ഹിജ്ർ നാട്ടുകാർ നിഷേധിച്ചു അൽ മുർസലീന, പ്രവാചകന്മാരെ. വാസ്തവത്തിൽ ഒരു നബി മാത്രമാണ്, അഥവാ സാലിഹ് നബി അലൈഹി ഇസ്ലാം മാത്രമാണ് അവരിലേക്ക് പ്രവാചകനായി വന്നിട്ടുള്ളത്. എന്നിട്ടും പ്രവാചകന്മാരെ നിഷേധിച്ചു എന്ന് പറഞ്ഞത് എന്താ? അതെല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന ആശയം ഒന്നായതുകൊണ്ട് ഒരു നബിയെ നിഷേധിക്കുന്നത് എല്ലാവരെയും നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഒരു കാര്യം. രണ്ടാമത്തത്, ഒരു നബി ആണ് അവരിലേക്ക് വന്നത് എങ്കിൽ ആ നബി വലിയ മഹത്വത്തോടുകൂടെ തന്നെ അദ്ദേഹത്തെ കാണേണ്ടതുണ്ട് എന്നുകൂടി കാണിക്കാനാണ്. ഏതായാലും അവരെ നിഷേധിച്ചു. വാത്തൈനാഹും ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നാം നൽകുകയും ചെയ്തു. സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയ്ക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം നൽകി എന്ന് പറഞ്ഞാൽ അവരാവശ്യപ്പെട്ട തെളിവുകൾ തന്നെ കാണിച്ചു കൊടുത്തു എന്ന് ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്. നോക്കൂ, ഒരു പാറ, ഒരു കല്ല് കാണിച്ചു കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു, ഈ കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഗർഭിണിയായ ഒരു ഒട്ടകം പുറത്തു വന്നാൽ സാലിഹെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. മഹാനായ സാലിഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ ഇവർക്ക് ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കണമേ എന്ന് ദുആ ചെയ്തു. അങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഖുർആൻ പറഞ്ഞില്ലേ, വയാ ഖൗമി ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ ഫദറൂഹാ തഅകുൽ ഫീ അർളില്ലാഹി വലാ തമസ്സൂഹാ ബിസൂഇൻ ഫയഖുദകും അദാബുൻ ഖരീബ്. സൂറത്ത് ഹൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് 64-ാമത്തെ സൂക്തത്തിൽ, ഇതാ ജനങ്ങളെ, നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഒട്ടകം, അല്ലാഹു തആല നിങ്ങൾക്ക് തെളിവായി നൽകിയ ഒട്ടകം ഇതാ വന്നിരിക്കുന്നു. ആ ഒട്ടകത്തെ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ, അതിന് സ്വസ്ഥമായി ജീവിക്കാൻ നിങ്ങൾ അതിനെ വെറുതെ വിട്ടേക്കണം. അതിനോട് ഏതെങ്കിലും വിധത്തിലുള്ള മോശമായ ഒരു സമീപനവും ശൈലിയും നിങ്ങളിൽ നിന്നുണ്ടാകരുത്. അങ്ങനെ വല്ല ശൈലിയും നിങ്ങളിൽ നിന്നുണ്ടായാൽ ഫയഖുദകും അദാബുൻ ഖരീബ്, അടുത്ത് തന്നെ താമസം വിന ശിക്ഷ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷെ സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനങ്ങൾ എന്താ ചെയ്തത്? സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനങ്ങൾ ചെയ്തത് ആ സാലിഹ് നബി അലൈഹി ഇസ്ലാമിന് അവർ കൊടുത്ത വാക്ക് ലംഘിച്ചുകൊണ്ട് ആ ഒട്ടകത്തെ ഫഅഖറൂഹ, ആ ഒട്ടകത്തെ അവർ അറുത്തു കളഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞ അവർ നിഷേധിച്ചു, തള്ളിക്കളഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവുകൾ വന്നിട്ട് ആ തെളിവുകൾ അവഗണിച്ചു എന്ന് പറഞ്ഞത് അതാണ്. ആ ഒട്ടകത്തെ അവർ അറുത്തു കളഞ്ഞു. അതാ
വആതൈനാഹും ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് നൽകി, ഫക്കാനു അൻഹാ മുഅ്രിദീൻ, അപ്പോൾ അവർ ആ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് പിന്തിരിയുന്നവരായിരുന്നു. എന്നാൽ തെളിവുകൾ കൺമുന്നിൽ കണ്ടിട്ടും ആ തെളിവിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാനുള്ള സന്മനസ് അവർ കാണിച്ചില്ല എന്നർത്ഥം. സാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് അവരാവശ്യപ്പെട്ടതാണ്, ഈ പാറയിൽ നിന്ന് ഒട്ടകം വന്നാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാം. ആ പാറയിൽ നിന്ന് തന്നെ ഒട്ടകം വന്നു. പക്ഷെ നാട്ടുകാരെന്താ ചെയ്തത്? കൊള്ളാമല്ലോ നിന്റെ ജാലവിദ്യ എന്ന് പറഞ്ഞ് കൊഞ്ഞനം കുത്തുകയാണ് ആ സമയത്ത് ചെയ്തത്. അതാണ് ഇവിടെ അവർ തെളിവുകളെ തൊട്ട് പിന്തിരിഞ്ഞു എന്ന് പറഞ്ഞത്. വക്കാനു യൻഹൈതൂന മിനൽ ജിബാലി ബുയൂതൻ ആമിനി, അവർ പർവ്വതങ്ങളിൽ നിന്ന് വെട്ടി വീടുകൾ ഉണ്ടാക്കിയിട്ട് നിർഭയരായി അതിൽ താമസിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിരാക്ഷസന്മാരായിരുന്നു അവർ. പാറകൾ വെട്ടിത്തുരന്ന് അതിന്റെ ഉള്ളിൽ, മലയിലുള്ള പാറകൾ വെട്ടിത്തുരന്ന് അതിന്റെ ഉള്ളിൽ മനുഷ്യന് വാസയോഗ്യമാക്കാം എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തുന്ന ആളുകളായിരുന്നു അവർ. അത്രയും ബുദ്ധിരാക്ഷസന്മാരായിരുന്നു. പക്ഷെ ആ ബുദ്ധി അവർക്കുണ്ടായിട്ടും നിർഭയമായി ആ വീടുകളിൽ അവർ താമസിച്ചിട്ടും പക്ഷെ കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളാനുള്ള ബുദ്ധി അവർക്കുണ്ടായില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു പ്രഭാതത്തിൽ അവരെ കടുത്ത ഒരു അട്ടഹാസം പിടികൂടുകയാണ് ചെയ്തത്. ആ അട്ടഹാസം അവർ പിടികൂടിയപ്പോൾ അൻഹും മാ കാനു യക്സിബൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്നതൊന്നും അവർക്ക് ഫലം ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ അവർ വലിയ ബുദ്ധിരാക്ഷസന്മാരാണ്, രക്ഷപ്പെടാനുള്ള വഴികൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, പാറകൾ തുറന്ന് അതിന്റെ ഉള്ളിൽ ആളുകൾ താമസിക്കുമ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള ഒരു ഇടമാണത് എന്നവർ മനസ്സിലാക്കി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആ പാറയുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. ബഹുമാനപ്പെട്ട ഖുർആനിൽ ഈ സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതക്ക് മദിയൻ ലഭിച്ചിട്ടുള്ള ശിക്ഷകളെ, സമൂത് ഗോത്രക്കാർക്ക് ലഭിച്ചിട്ടുള്ള ശിക്ഷകളെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ഏതായാലും ശരി, അവർക്ക് എന്ത് ചെയ്തു? നമ്മൾ കടുത്ത ശിക്ഷ നൽകിയപ്പോൾ ഫമാഅനാൻഹുമാക്കാനു യക്സിബൂൻ, അവർക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നതൊന്നും തന്നെ ഉപകരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന അഹങ്കാരമൊക്കെ അവർ പറഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ അവർക്ക് യാതൊരു രക്ഷയുണ്ടായില്ല, അവരെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടായില്ല. കല്ലം യഗനൗ ഫീഹ, അതാണ് ഫമാഅനാൻഹും മാക്കാനു യക്സിബൂൻ എന്ന് ഇവിടെ പറഞ്ഞത്. അവർ ചെയ്തുകൊണ്ടിരുന്നതൊന്നും അവർക്ക് ഉപകാരം ചെയ്തില്ല. ശിക്ഷ 100% അവരെ ബാധിക്കുകയും അവർ നരകത്തിന്റെ അവസ്ഥയിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൗതികമായ എന്തൊക്കെ നേട്ടങ്ങളുടെ പേരിലും അഹങ്കരിച്ചുകൂടാ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന ഗുണപാഠമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അള്ളാഹു നമ്മളെല്ലാം നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.